പുതിയ കാർ എടുത്തപ്പോ എല്ലാവർക്കും ഒറ്റ മൈൻഡ് മൂഡ്, എങ്ങോട്ടേലും ട്രിപ്പ് കൊണ്ടുപോകണം. പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ ഇറങ്ങി. ഉമ്മച്ചാണെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചു. വീട്ടിലെല്ലാരും ഹാപ്പി ഹാപ്പി മൂഡ്. ഗൈസ് ഞങ്ങള് പോകാൻ പോകണം. അപ്പോൾ ഗൈസ് ഞങ്ങള് വാൾപ്പാറ ആതിരപ്പള്ളി പോകണം എന്നൊക്കെയാണ് ഞങ്ങളെ പ്ലാൻ. ഒറ്റ മൈൻഡാണ്. ഇന്നലെ രാത്രി തീരുമാനിച്ചുള്ളൂ. 6:30 വഴക്കമ്പലം വഴി ആതിരപ്പള്ളി വഴി വാൽപ്പാറ. അപ്പോൾ അവിടെ ചെയ്യാം. പട്ടാമ്പിന്ന് തുടങ്ങി തൃശ്ശൂർ വഴി ചാലക്കുടി എത്തിയപ്പോഴേക്കും കൂടെ വന്ന പാസഞ്ചേഴ്സ് ഒക്കെ പടമായി. ഒരു കണക്കിന് ഇവരൊക്കെ ഉറങ്ങുന്ന തന്നെ നല്ലത്. സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാം. പ്രത്യേകിച്ച് യാതൊരു പ്ലാനും ഇല്ലാതെ ആരോ പറഞ്ഞേ കേട്ട് ആതിരപ്പള്ളി വഴി വാൽപ്പാറ റൂട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഗൂഗിൾ മാപ്പ് കൂട്ടി ഞാൻ ഇറങ്ങി. ഒറ്റക്ക് പോണ പോലല്ല, ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിന്റേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അതിന്റേതായിട്ടുള്ള ചെലവുണ്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട്, ആസ് എ ഫാമിലി ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 4-5 വയസ്സുള്ള സമയത്താണ് ആദ്യമായിട്ടും അവസാനമായിട്ട് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോയത്. അതും ആതിരപ്പള്ളിക്ക് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി ഫാമിലിനെയും കൂട്ടി ഇത്രയും വലിയ ലോങ് ഡ്രൈവ് പോണത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്പോട്ട് എത്തി, ഏഴാറ്റുമുഖം ഡാം. പാവമ്മച്ചിക്ക് ഊഞ്ഞാലാടാൻ പോലും പേടിയാട്ടോ. അവിടെ ഇങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് വൈബ് അടിച്ച് നടക്കുമ്പോഴാണ് സിൽവർ സ്റ്റോമക്ക് ടിക്കറ്റ് വേണോ വെച്ചിട്ട് 2-3 പേര് വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വിട്ട് സിൽവർ സ്റ്റോം. പിന്നെ അവിടെ കുറെ റൈഡ്സിലൊക്കെ കയറി വെള്ളത്തിലൊക്കെ കുറെ കളിച്ചു. അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും സ്ലൈഡിംഗ് ഷീറ്റ് ഒക്കെ എടുത്ത് ഒറ്റക്ക് ഓടിച്ചാടി ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ വൈബ് എടുക്കുന്ന എന്റെ മോനെ കണ്ടപ്പോ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തു, മത്തം കുത്തിയ കുമ്പളം മുളക്കൂലല്ലോ. ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള മൊമെന്റ് ഏതായിരുന്നു അറിയോ? കിഡ്സിന്റെ പുള്ളി എന്റെ അമ്മച്ചി ഇങ്ങനെ ഹാപ്പി ആയിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സീന്. നമ്മൾ കാരണം അവരുടെ മുഖത്തൊരു സ്മൈൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഹാപ്പിനെസ് വേറെ ഉണ്ടോ?